കനത്ത മഴ കുറഞ്ഞെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് വർദ്ധിച്ചതോടെ കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണി ശക്തമായി. പമ്പ, അച്ചൻകോവിലാറുകളിലെ ജലനിരപ്പ് ഉയരുന്നതിനൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും വിജീഷ് ചേരുന്നു. വിജീഷ്, എന്താണ് ആലപ്പുഴയിലെ, പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി? മഴ കുറഞ്ഞെങ്കിലും കിഴക്കൻ വെള്ളത്തിൻ്റെ ശക്തമായ വരവ് കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിലെ ജലനിരപ്പ് ഉയർന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായും കുട്ടനാട്ടിലാണ് ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നത്. നീരേറ്റുപുറം, എടത്വ, തകഴി, നെടുമുടി, കാവാലം, മങ്കൊമ്പ്, വീയപുരം, പള്ളിപ്പാട് പ്രദേശങ്ങളിലാണ് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ഇവിടെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ ചക്കുളത്തുകാവിന് സമീപം നെടുമ്പ്രം ഭാഗത്ത് റോഡിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നത് അതുവഴിയുള്ള ബസ് അടക്കമുള്ള വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. തലവടി, കുതിരച്ചാൽ, കുന്നുമാടി പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയാണ്. അവിടെയുള്ള ആളുകളെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കുട്ടനാട് ഇട റോഡുകളിലും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. അമ്പലപ്പുഴ, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പ്രദേശങ്ങളിൽ ശക്തമായ കടലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പല വീടുകളിലും തിരമാല അടിച്ചു കയറിയ അപകട ഭീഷണിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കടൽ ഭിത്തി ദുർബലമായ പെരുമ്പള്ളി ഭാഗത്താണ് കൂടുതൽ കടലാക്രമണം ഉണ്ടായത്. ഇവിടെ 4 വീടുകൾ ഏത് നിമിഷവും കടലെടുക്കുന്ന നിലയിലാണുള്ളത്. ജില്ലയിൽ ഇതുവരെ 4 താലൂക്കുകളിലായി 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ 169 കുടുംബങ്ങളിലെ 580ഓളം ആളുകൾ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. അതിര